Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wa sallallahu wa sallama wa baraka ala nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin wa man tabi'ahum bi ihsanin ila yaumiddin. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സബ്റുമായി ബന്ധപ്പെട്ട്, ക്ഷമയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില ഗുണങ്ങൾ അത് അവൻ്റെ അടിയാറുകളിൽ നിഴലിക്കുന്നതും പ്രകടമാകുന്നതും അള്ളാഹുവിനേറെ ഇഷ്ടമാണ്. ചില ഗുണങ്ങൾ അള്ളാഹുവിൻ്റേത്, അത് അള്ളാഹുവിൻ്റെ സ്വാർത്ഥമാണ്, പ്രത്യേകമാണ്. അതിൽ പടപ്പുകൾ അവകാശവാദം ഉന്നയിക്കാനോ ആ സ്വഭാവങ്ങൾ കൊണ്ടു നടക്കാനോ പാടില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഞാനെന്ന ഭാവം, കിബിരിയ. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്വാർത്ഥമായ ഗുണമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില ഗുണങ്ങൾ, വിശേഷണങ്ങൾ അത് പടപ്പുകളിൽ നിഴലിക്കണമെന്നും പടപ്പുകൾ അത് കാക്ഷിക്കണമെന്നും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, നമ്മളും റഹ്മത്തുള്ളവരാകണം. അള്ളാഹു സലാമാണ്, നമ്മൾ സലാം ഉള്ളവരാകണം, സലാം കാക്ഷിക്കുന്നവരാകണം, സലാം പ്രചരിപ്പിക്കുന്നവരാകണം. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഒരു ഗുണമാണ് സബ്ർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സബ്ർ പ്രകടിപ്പിക്കുന്നവനാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞത്, മാ അഹദുൻ അസ്ബറ അല അദൻ യസ്മഉഹു മിനല്ലാഹി അസ്സ വജൽ. അനിഷ്ടങ്ങളും പ്രയാസങ്ങളും കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും ക്ഷമ പ്രകടിപ്പിക്കുന്നവനായി അള്ളാഹുവോളം മറ്റാരുമില്ല എന്നാണ്. അപ്പോൾ അനിഷ്ടകരമായത് കേൾക്കുമ്പോൾ, ഉപദ്രവകരമായത് കേൾക്കുമ്പോൾ, വിനയായത് കേൾക്കുമ്പോൾ അതിനോട് ക്ഷമ, ഏറ്റവും നല്ല ക്ഷമ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പ്രത്യേകതയാണ് എന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറയുകയാണ്. അതിൻ്റെ ഉദാഹരണവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ വിഷയം അള്ളാഹുവിൻ്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് അസ്സബൂർ എന്ന നാമമുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വർത്തമാന സാഹചര്യത്തിൽ ക്ഷമയുടെ പാഠങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. വിശിഷ്യ വിശ്വാസികൾ തങ്ങളുടെ ദീനിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്ന ഈ ഒരു യുഗത്തിൽ നന്മ തിന്മയായി പ്രചരിപ്പിക്കപ്പെടുന്ന, തിന്മ നന്മയായി പ്രചരിപ്പിക്കപ്പെടുന്ന, നന്മ കൽപ്പിക്കുന്നവർ തിന്മയുടെ വാക്താക്കളായി, തിന്മയുടെ വാക്താക്കൾ നവോത്ഥാന നായകന്മാരും നന്മയുടെ അഭ്യുദയകാംക്ഷികളുമായി അവരോധിക്കപ്പെടുന്ന ഈ ഒരു യുഗത്തിൽ നമ്മുടെ പൂർവികരെ നമ്മൾ അനിവാര്യമായും അനുസ്മരിക്കേണ്ട ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്.
പൂർവികരുടെ ചരിത്രങ്ങളാണ് നമുക്ക് ഇത്തരം പരീക്ഷണങ്ങളിൽ വഴികാട്ടേണ്ടത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, അസ്വബർ നിസ്ഫുൽ ഈമാൻ വൽ യഖീൻ അൽ ഈമാനു കുല്ലു. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. യഖീനോ അത് ഈമാൻ മുഴുവനാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യഖീൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആദർശത്തിനുള്ള നമ്മുടെ കൂറും വിശ്വാസവുമാണ്. അത് ഈമാൻ മുഴുവനാണ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് നമ്മുടെ ദീനിനോട് കൂറും അത് സത്യമാണെന്നുള്ളതും 100-ൽ 100 അത് വസ്തുനിഷ്ഠമാണെന്നതും നമ്മൾ ഉറപ്പിക്കണം. അതായിരിക്കണം നമ്മളുടെ ഉച്ചേസ്തര പ്രഖ്യാപനം. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ഇത് സത്യമാണ്, ഇതിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതോടൊപ്പം നമുക്ക് ക്ഷമയുണ്ടാകണം. നമ്മുടെ പൂർവികരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു വകാനു ബിആയാതിനാ യൂഖിനൂൻ. വജഅൽനാ മിൻഹും അഇമ്മ, അവരിൽ നിന്ന് നമ്മൾ ഇമാമുമാരെ, നേതാക്കന്മാരെ ഉണ്ടാക്കി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വം നൽകി ആദരിച്ചവരെ കുറിച്ച് പറയുകയാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേതൃത്വം നൽകിയ ഒരു വിഭാഗത്തെ ആദരിച്ചത്? ലമ്മാ സബറു, അവർ ക്ഷമിച്ചപ്പോൾ. വകാനു ബിആയാതിനാ യൂഖിനൂൻ, അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ അവർക്ക് യഖീൻ ഉണ്ടായപ്പോൾ. അപ്പോൾ യഖീൻ, സബർ രണ്ടും ഒരു വിശ്വാസിയുടെ ഗുണങ്ങളും ആദർശവുമാണ് എങ്കിൽ അവർക്കാണ് മേൽക്കോയ്മ, അവർക്കാണ് നേതൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമയുടെ പാഠങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ക്ഷമയുടെ ചരിത്രങ്ങൾ നമ്മൾ അനുസ്മരിക്കണം, കേൾക്കണം. എന്തിന്? ക്ഷമാലുക്കളായി ആദർശത്തിൽ പിടിച്ച് ഉറച്ചു നിന്ന് ഈ ആദർശത്തിൻ്റെ വാക്താക്കളായി ഒരു പരലോകയാത്രയ്ക്ക് ഈ ദുനിയാവിൽ വെച്ച് തുടക്കം കുറിക്കാൻ. ഇന്ന് ഉമ്മു അബ്ദില്ല ബിന്ത് അബി ഹസ്മ എന്ന മഹദിയുടെ ചരിത്രമാണ് നമ്മൾ തുടങ്ങുന്നത്. ഉമ്മു അബ്ദില്ല ബിന്ത് അബി ഹസ്മ റളിയല്ലാഹു തആല അൻഹ ഹബശയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോയ മഹദിയാണ്. ഹബശയിലേക്ക് മക്കയിൽ നിന്ന് ഹിജറ പോയ മഹദിയാണ്. നമുക്കറിയാം, നുബുവത്തിൻ്റെ 5-6 വർഷങ്ങൾ മുഅ്മിനീങ്ങൾ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോയിട്ടുണ്ട്. എന്തിനാ മക്കയിൽ നിന്ന് ഹബശയിലേക്ക് ഹിജറ പോയത്? ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം മക്കയിൽ അസാധ്യം എന്ന ഒരവസ്ഥ സംജാതമായപ്പോൾ, വിശ്വാസികൾ തങ്ങളുടെ ഈമാനിൻ്റെ, ഇസ്ലാമിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായ പീഡന മുറകൾക്കിരയായപ്പോൾ, അത് മാനസികമായി ശാരീരികമായി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖബ്ബാബ് ഇബ്നുൽ അറത്തിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സദസ്സിലേക്ക് സ്വീകരിക്കുന്നുണ്ട്. അന്ന് ഉമർ പറയുന്നത് ഖബ്ബാബിനോട്, ഈ സദസ്സിൽ പ്രഥമ സ്ഥാനവും പ്രധാന സ്ഥാനവും ഖബ്ബാബിനാണ്. ഉമറിൻ്റെ ഖിലാഫത്തിൽ ഉമർ എത്ര നാടുകളുടെ അമീറുൽ മുഅ്മിനീനാണ്, എത്ര ആളുകളുടെ സദസ്സായിരുന്നു ഉമറിൻ്റെ സദസ്. അന്ന് ഉമറിൻ്റെ സദസ്സിൽ ഇടം കാണാൻ എത്രയെത്ര മഹത്തുക്കൾ കടന്നു വന്നിരുന്നു. പക്ഷേ ഉമറിൻ്റെ സദസ്സിൽ ഖബ്ബാബ് ഇബ്നുൽ അറത്തിന് പ്രഥമ സ്ഥാനവും പ്രധാന സ്ഥാനവും ഉമർ പറഞ്ഞു. എന്നിട്ട് ഉമർ അതിൻ്റെ പ്രൂഫ് കാണിക്കുകയാണ്. കാരണം ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാളിൽ അടിമയാണ്. അടിമകളിലായിരുന്നു ഖബ്ബാബ് എണ്ണപ്പെട്ടിരുന്നത്. ആ ഖബ്ബാബ് മൗലയാണ്. സദസ്സിൽ പ്രധാന സ്ഥാനം വഹിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ പ്രൂഫ് ഉമർ കാണിക്കണം. എന്താ കാണിച്ച പ്രൂഫ് എന്നറിയുമോ? ഖബ്ബാബിൻ്റെ മുതുകിൽ നിന്ന് വസ്ത്രം നീക്കി കാണിച്ചു. അപ്പോൾ പ്രൂഫ് വെളിപ്പെട്ടു. എന്താ പ്രൂഫ്? ഖബ്ബാബിൻ്റെ യജമാനത്തി ഇരുമ്പിൻ്റെ ചട്ടകവും അതേപോലെ തന്നെ
ആയുധങ്ങളും തീയിൽ ചുട്ട് അദ്ദേഹത്തിൻ്റെ തൊലിയും മാംസവും മാന്തി പിളർത്തിയത് ഖബ്ബാബിനെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അന്ന് മാന്തി പിളർത്തിയ ആ അടയാളങ്ങൾ വ്രണമുണങ്ങിയിട്ടും അതിനെ കാലം സൂക്ഷിച്ചിരുന്നു. എന്തിന്? ഇതുപോലുള്ള സദസ്സുകളിൽ തെളിവുകൾ നാളെ പരലോക കോടതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ മഹനീയ അനുഗ്രഹങ്ങളെ അവിടെ അനന്തരമെടുക്കുന്നതിന് വേണ്ടി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ പേരിൽ അതിനിഷ്ഠൂരമായ പീഡന മുറകൾ വിശ്വാസികൾ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടം, അത് നുബുവത്തിൻ്റെ ആ പരസ്യ പ്രബോധന നാളുകൾ 3 വർഷം പിന്നിട്ട് രഹസ്യ പ്രബോധന കാലഘട്ടം 3 വർഷം കഴിഞ്ഞ് പരസ്യ പ്രബോധനം തുടങ്ങി. ഹിജ്റാബ്ദം നുബുവത്തിൻ്റെ 4-5 വർഷങ്ങൾ. ഇപ്പോൾ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിശ്വാസികളെ തടുക്കാനും താങ്ങാനും ആവാത്ത അവസ്ഥയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിച്ചവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പിന്നെ സുമയ്യയുണ്ട്, മകൻ അമ്മാറുണ്ട്, ബിലാലുണ്ട്, ഖബ്ബാബുണ്ട്. ഇങ്ങനെ കുറച്ചാളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ ദാരുണമായ പീഡനങ്ങൾക്കാണ് മുസ്ലിമീങ്ങൾ ഇരയാകുന്നത്. ആ പീഡനങ്ങൾ മൂർജിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിതൃവ്യൻ അബൂ താലിബ് സംരക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബനൂ തൈം അദ്ദേഹത്തിൻ്റെ ഗോത്രം സംരക്ഷിച്ചു. ബിലാൽ പിന്നെ എല്ലാം താങ്ങാൻ മാത്രം മനസ്സൊരുക്കുള്ള ആളായിരുന്നു. അതുകൊണ്ട് ബിലാൽ ഖുറൈശികളുടെ വിളിക്കുത്തരം നൽകി അവരുടെ ആവശ്യം സമ്മതിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായില്ല. അതുകൊണ്ട് ബിലാലിനെ ഖുറൈശികൾ ചെയ്തത് തെരുവിലേക്ക് അവിടെയുള്ള കുട്ടികൾക്ക് വലിച്ചിഴക്കാൻ വിട്ടുകൊടുത്തു. ബാക്കിയുള്ളവർ സുമയ്യ ബിന്തുൽ ഖബ്ബാത്ത് ഷഹീദത്തായി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഖുറൈശികൾ എന്താണ് ആവശ്യപ്പെട്ടത്? പ്രാണരക്ഷാർത്ഥം അവർക്കത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്നാണ്. പ്രാണരക്ഷാർത്ഥം അവർക്കത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു എന്നാണ്. അങ്ങനെയുള്ള നാളുകൾ മക്കയിൽ സംജാതമായിരുന്നു നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾക്ക്. അതുകൊണ്ട് തന്നെ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബശയിലേക്ക് വിടുകയാണെന്ന് മുസ്ലിമീങ്ങളെ ഹിജ്റ പോകാൻ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഉമ്മു അബ്ദില്ല ബിൻത് അബി ഹസ്മ റളിയല്ലാഹു തആല അൻഹ ഹിജ്റ പോകാൻ ഒരുങ്ങിയ സന്ദർഭമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. വല്ലാഹി ഇന്നാ ലനതറഹലു ഇലാ അർദിൽ ഹബശ, ഹബശയിലേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ് എന്ന് അവർ പറയാണ്. അങ്ങനെ അവർ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ വരുന്നത്. അന്ന് ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയും കൊടിയ ശത്രുവാണ്. ഉമ്മ അബ്ദുല്ല പറയാണ്, ഉമറിൻ്റെ അടുക്കൽ നിന്നു, ഉമർ ഷിർക്കിലാണ്, വകുന്നാ നൽഖാ മിൻഹു അൽ ബലാഅ വശിദ്ദത അലൈനാ, ഞങ്ങൾ ഉമറിൽ നിന്ന് പരീക്ഷണങ്ങളും കഠിന പ്രയോഗങ്ങളും അനുഭവിക്കാറുണ്ടായിരുന്നു. ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമർ രൂക്ഷ പ്രകൃതക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ കൊടിയ പരീക്ഷണങ്ങളും കടുത്ത മുറകളും ഞങ്ങൾ ഉമറിൽ നിന്ന് കാണാറുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ആ തവണ ഉമർ വന്നപ്പോൾ ഉമർ ഉമ്മ അബ്ദില്ല ബിൻത് അബി ഹസ്മയോട് പറയാണ്, ഇന്നഹുൽ ഇൻതിലാഖു യാ ഉമ്മ അബ്ദില്ല, ഉമ്മ അബ്ദില്ല നിങ്ങൾ പോവുകയാണോ? അപ്പോൾ ഉമ്മ അബ്ദില്ല പറയാണ്, ഞാൻ ഞങ്ങൾ പോവുകയാണ്. വല്ലാഹി ലനഖ്റുജന്ന ഫീ അർദില്ലാഹ് ആദൈതുമൂന വഖഹർതുമൂന, അതാണ് അള്ളാഹുവാണ് സത്യം. ഉമറിനോട് ഉമ്മ അബ്ദില്ല പറയാണ്, ലനഖ്റുജന്ന ഫീ അർദില്ലാഹ്, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഞങ്ങൾ പുറപ്പെടുകയാണ്. ആദൈതുമൂന, ഉമറിനോട് പറയാണ്, നിങ്ങൾ ഞങ്ങളെ ദ്രോഹിച്ചു. വഖഹർതുമൂന, നിങ്ങൾ ഞങ്ങളുടെ മേൽ മേൽക്കോയ്മ നേടി. ഹത്താ യജഅല അല്ലാഹു ലനാ മഖ്റജൻ, അള്ളാഹു ഞങ്ങൾക്കൊരു പോം വഴി നിശ്ചയിക്കുന്നത് വരേക്കും ഞങ്ങൾ
ഈ മണ്ണിൽ നിന്ന് ഞങ്ങൾ പുറപ്പെടുകയാണെന്ന് ഉമ്മു അബ്ദില്ല ആരോട്? ഉമർ ബിൻ ഖത്താബിനോട്. ഉമർ അബ്ദില്ല പറയാണ്, ഈ സമയം ഉമറിൻ്റെ ഒരു പ്രയോഗം സഹിബക്കുമുള്ള അള്ളാഹു നിങ്ങളോടൊത്തുണ്ടാകട്ടെ. ഇത് ഉമറിൻ്റെ തൊള്ളിൽ നിന്ന് ഒരിക്കലും വരാത്തതാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ ഉമർ അങ്ങനെ പറഞ്ഞു. അതാണ് ഉമ്മു അബ്ദില്ല ബിൻ അബി ഹസ്മ പറയുന്നത്. അവർ പറയണം, വറഅയ്തു ലഹു റിഖതൻ ലം അകുൻ അറാഹ. അന്നോളം ഉമറിൽ കാണാത്ത ഒരു മൃദുലത ഞാൻ ഉമറിൽ കാണുകയുണ്ടായി. അത് പറഞ്ഞു ഉമർ പിരിഞ്ഞു പോയി. ഉമ്മു അബ്ദില്ല ബിൻ അബി ഹസ്മ പറയാണ്, ആമിർ ബിൻ റബിയ ഹിജ്റ പോകാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാണ്. അദ്ദേഹം തിരിച്ചു വന്നു. ആമിർ ബിൻ റബിയ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ല ലൗ റഅയ്ത ഉമറ ആനിഫൻ വരിഖതഹു വഹുസ്നഹു അലൈന. ഉമർ വന്നിരുന്നു. ഉമർ മൃദുലമായിട്ടാണ് പെരുമാറിയത്. ഉമറിന് നമ്മളുടെ പോക്കിലൊരു ദുഃഖമുണ്ട്, അത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ. അപ്പോൾ ആമിർ ബിൻ റബിയ ചോദിക്കുകയാണ് ഉമ്മു അബ്ദുല്ല ബിൻ അബി ഹസ്മയോട്, അതമിയത്ത് ഫി ഇസ്ലാമി, ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അപ്പോൾ ഉമ്മു അബ്ദുല്ല പറയാണ്, ഉമർ ഇസ്ലാം സ്വീകരിക്കുമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. നാം, കാരണം ആ രീതിയിലാണ് ഉമറിൻ്റെ ഒരു മൃദുലത. അങ്ങനെ ഉമർ പെരുമാറാറില്ല. അപ്പോൾ ആമിർ ബിൻ റബിയ പറയാണ്, ലാ യുസ്ലിമുല്ലദീ റഅയ്തി ഹത്താ യുസ്ലിമ ഹിമാറുൽ ഖത്താബ്. നിങ്ങൾ കണ്ട ഉമർ ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കൂല. ഖത്താബിൻ്റെ കഴുത ഇസ്ലാം സ്വീകരിക്കണത് വരെ. ഖത്താബിൻ്റെ കഴുത എന്നാണ്, ഖത്താബിൻ്റെ മകനാണ് ഉമർ. ഒരിക്കലും ഇസ്ലാം സ്വീകരിക്കൂല, ഖത്താബിൻ്റെ കഴുത സ്വീകരിക്കുന്നത് വരെ എന്നാണ്. എന്നിട്ട് ഉമ്മു അബ്ദില്ല ബിൻ അബി ഹസ്മ പറയാണ്, എന്തുകൊണ്ടാണ് ഖത്താബിൻ്റെ കഴുത സ്വീകരിക്കുന്നത് വരെ ഉമർ സ്വീകരിക്കൂല എന്ന് ആമിർ ബിൻ റബിയ പറഞ്ഞത്? ലിമാ കാന യറാ മിൻ ഗിൽവതിഹി വഖസ്വതിഹി അനിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഉമറിൻ്റെ ഖസ്വത്ത്, രൂക്ഷത, കടുത്ത മനസ്ഥിതി, അതേപോലെ ഉമറിൻ്റെ ആ ഒരു കടുത്ത നിലപാട് അത് അനുഭവിച്ച ആളാണ് ആമിർ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ്. സഹോദരന്മാരെ, ഞാനിവിടെ ഈ ഒരു ചരിത്രം അനുസ്മരിച്ചത് ഇസ്ലാമിൻ്റെ പേരിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ അത് എത്രമേൽ എന്ന് വായിക്കാനാണ്. ആദർശത്തിൽ കൂറുള്ളവരായി ക്ഷമാലുക്കളായി അവർ ഈ ആദർശത്തിൽ പിടിച്ചു നിന്നു എന്നുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ നിദാനമായത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടതിനെ ആവേശത്തിൽ, ആഹ്ലാദത്തിൽ പലപ്പോഴും വാഴിക്കാറുണ്ട്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹൻ, സ്തുതിക്കപ്പെട്ടവൻ എന്നാണ്. ഫദുൽ അർഷി മഹ്മൂദുൻ വഹാദ മുഹമ്മദു. അർഷിനുടമയായ അള്ളാഹു മഹ്മൂദാണ്, വാഴ്ത്തപ്പെടുന്നവനാണ്. ഹാദ മുഹമ്മദു, ഇത് മുഹമ്മദ് വാഴ്ത്തപ്പെട്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടു. അതെന്തുകൊണ്ട്? അത് ആരുടെ നാമകരണ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നാമകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എന്നുള്ളത് എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് തൻ്റെ മുഹമ്മദ് എന്ന പേരിനെ ആഹ്ലാദത്തിൽ നിരീക്ഷിച്ചിരുന്നത്, വായിച്ചിരുന്നത്? മുഹമ്മദ് എന്ന പേരുള്ള നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുറൈശികൾ, ബൗദ്ധ വിശ്വാസികൾ മുസമ്മം എന്നാണ് വിളിച്ചിരുന്നത്. മുസമ്മം എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ വിപരീതാർത്ഥാണ്. മുസമ്മം എന്നാണ് അവർ വിളിച്ചിരുന്നത്. റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച്. സ്തുതിക്കപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ മുഹമ്മദിന് അർത്ഥമാണ് എങ്കിൽ അതിന് നേരെ വിപരീതാർത്ഥാണ് മുസമ്മം എന്നത്. മുസമ്മമുൻ വസബാഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും തിരുനബിയിൽ വിശ്വസിച്ച വിശ്വാസികളെയും ഖുറൈശികൾ അന്ന് വിലയിരുത്തിയിരുന്നത്. ആക്ഷേപാർഹൻ, പുത്തൻവാദികൾ, അതാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കൽ അബൂലഹബിൻ്റെ ഭാര്യ
ഔറ എന്ന് പറയുന്ന ഉമ്മു ജമീൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെറിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. കല്ലേറ്റാണ് വരുന്നത്. കാരണം തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് ഇറങ്ങിയത് ഈ ഉമ്മു ജമീലിനും അവളുടെ ഭർത്താവായ അബൂ ലഹബിനും എതിരിലാണല്ലോ. അപ്പോൾ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. അബൂ ലഹബ് അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഇത് ഉമ്മു ജമീൽ ഔറ ബിന്ത് ഹർബ്. ഔറ ബിന്ത് ഹർബ് അബൂ സുഫിയാന്റെ പെങ്ങളാണ്. ഇവർ രണ്ടാളെയാണ് ഈ സൂറത്തിലെ പരാമർശം. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഉമ്മു ജമീൽ ഒരു കല്ലേറ്റ് വരികയാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കഅബത്തിന്റെ പരിസരത്ത് ഇരിക്കുകയാണ്. അവിടേക്കാണ് കല്ലേറ്റ് വരുന്നത്. അവളെന്താ പറയുന്നത്? ഐന മുദമ്മമുൻ എന്നാണ്. മുദമ്മം എവിടെ എന്നാണ്. എന്താ മുദമ്മം എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞില്ല, മുഹമ്മദ് എന്നതിൻ്റെ വിപരീതാർത്ഥം പേറുന്ന അറബി പദമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവർ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് പകരം മുദമ്മം എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരങ്ങനെ വിളിച്ചിട്ട് കാര്യമല്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഇൽമ് മുൻകടന്നിട്ടുണ്ട് ഇവരിങ്ങനെ വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലോകരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തിയ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി പറയും, എനിക്ക് മുഹമ്മദ് എന്നാണ് നാമകരണം. അവർ എന്നെ മുദമ്മം എന്ന് വിളിച്ചാലും ഞാൻ മുഹമ്മദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വാസപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. ആ ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നത് എന്തിനാണ്? പേരിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുത്തി നോവിക്കുന്ന ഒരു ശത്രുത അത് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സഹിച്ചു, ക്ഷമിച്ചു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞില്ലേ, ദിമാമുൽ അസ്ദി എന്ന് പറയുന്ന ഒരു അസദ് ഗോത്രക്കാരൻ, ഒരു വൈദ്യൻ, മന്ത്ര ചികിത്സയൊക്കെ നടത്തിയിരുന്നു. സാഹിത്യകാരൻ, വൈദ്യനും സാഹിത്യകാരനും. അതുകൊണ്ട് തന്നെ അറബികൾക്കിടയിൽ പ്രശസ്തി ഉണ്ടായിരുന്നു ദിമാം അൽ അസ്ദിക്ക്. അദ്ദേഹം ഒരിക്കൽ മക്കയിൽ വന്നു. മക്കയിൽ വന്നപ്പോൾ മക്കക്കാരവിടെ പറഞ്ഞു വരുത്തിക്കണ എന്താണെന്നറിയാം? ഇന്ന മുഹമ്മദൻ മജ്നൂൻ, ഇന്ന മുഹമ്മദൻ മജ്നൂൻ, മുഹമ്മദ് ഭ്രാന്തനാണ് എന്ന്. അപ്പം ഇദ്ദേഹത്തിന് കൂടുതലൊന്നും അറിയില്ല വിഷയങ്ങൾ. മുഹമ്മദ് മജ്നൂൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതെല്ലായിടത്തും ഈ കാറ്റാണ്, മുഹമ്മദ് മജ്നൂൻ. അങ്ങനെയുള്ള മീഡിയകൾ എക്കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ചിലർക്ക് വിഷയ പഞ്ഞായിരിക്കും, ഇതെന്നും ഓടണ്ടേ, അതുകൊണ്ട് എന്ത് തുരുമ്പ് കിട്ടിയാലും അത് ഊതി വീർപ്പിച്ച് അതിൽ ആളുകളുടെ അഭിമാനം പോയാലും പ്രശ്നമല്ല, ആളുകളുടെ ആദർശം പോയാലും പ്രശ്നമല്ല. അവർക്ക് ചർച്ച ചെയ്യാൻ ചർവിത ചർവണത്തിന് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ മതി. അന്യരുടെ അഭിമാനത്തിൽ ചില വാർത്താ അവതാരകരുടെ അന്നം അത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരാ തിന്നുന്ന അന്നം എത്രമാൽ ഹീനം. അതുകൊണ്ട് തന്നെ ശരിയാണോ തെറ്റാണോ അതൊന്നും ഉറപ്പിക്കാൻ നേരമല്ല. പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളുടെ വസ്തുത എന്തെന്ന് അന്വേഷിക്കാനും സമയമല്ല. കാരണം അത് ഞങ്ങളുടെ അന്നം മുട്ടുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവതാരകർക്കും ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നവർക്കും എന്തും വിഷയങ്ങളാണ്. ദിമാമുൽ അസ്ദി മക്കയിൽ വന്നു. അവിടെ അന്ന് പ്രചരണം ഇന്ന മുഹമ്മദൻ മജ്നൂൻ, മുഹമ്മദ് ഭ്രാന്തനാണെന്ന് സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം. അപ്പം ഇദ്ദേഹം ഡോക്ടറല്ലേ, വൈദ്യനല്ലേ. ഇദ്ദേഹം പറയാണ്, എനിക്ക് ചികിത്സ അറിയാലോ, മന്ത്ര ചികിത്സ അറിയാം, അതുകൊണ്ടൊന്ന് പോയി കാണുക. മൂപ്പർ എന്ത് ചെയ്ത്
ഈ ഒരു പ്രചരണത്തെ മൂപ്പര് എന്ത് ചെയ്ത് അതിനെ മൂപ്പര് നല്ല വായന നടത്തി. എന്താ നല്ല വായന? അങ്ങനെ ഭ്രാന്തനാണെന്നുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. എന്നിട്ട് എൻ്റെ അടുത്ത് ചികിത്സ ഉണ്ടല്ലോ, ആ ചികിത്സ ഫലിക്കുമെങ്കിൽ അതൊന്ന് പ്രയോഗിക്കാം. അദ്ദേഹം ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഭ്രാന്തുണ്ടോയെന്ന് നോക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കുകയാണ്, ഇതാണ് ഇപ്പോൾ ഭ്രാന്തൻ്റെ വർത്താനം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. കുറഞ്ഞ പ്രയോഗങ്ങൾ, അർത്ഥഗർഭമായ വാക്കുകൾ, ആശയസമ്പുഷ്ടി, നല്ല സാഹിത്യ മുഞ്ചിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ആദരങ്ങൾ ഇത് മൊഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയണം ആയിദ് കലിമാത്തിക്, ഈ പറഞ്ഞത് ആവർത്തിച്ച് പറയണം. അങ്ങനെ ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടത് കേൾക്കുമ്പോൾ വീണ്ടും ആവർത്തിക്കും പറയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ വചനങ്ങൾ ഖാമൂസുൽ ബഹറിൽ ഇടം കാണും. ഖാമൂസുൽ ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രാഴിയിൽ ഇടം കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമേൽ ഗംഭീരവും മഹനീയവുമാണ് ഇവ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ആലോചിക്കുകയാണ്, ഇതൊരിക്കലും കഹനത്തിൻ്റെ വാക്കല്ല, ജ്യോത്സ്യന്മാരുടേതല്ല, ഇതൊരിക്കലും ഷുഅറായിൻ്റെ കവികളുടെ കവിതയല്ല, ഇതൊരിക്കലും ഒരു മാരണക്കാരൻ സാഹിറിൻ്റെ വാക്കുകളല്ല എന്നൊക്കെ വിലയിരുത്തിയതിന് ശേഷം അദ്ദേഹം എന്താ പറയുന്നത്, റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ടിട്ട് കൈ നീട്ടാൻ പറയാണ്. ഉബുസുത്തിയദക്, കൈ നീട്ടാൻ പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടിയപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ ഷറഫാക്കപ്പെട്ട കയ്യിൽ തൻ്റെ കൈ വെച്ചിട്ട് പറയാണ്, എന്താ പറയണത്? ഉബായിഉ കാലൽ ഇസ്ലാം, ഉബായിഉ കാലൽ ഇസ്ലാം, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ നിങ്ങൾക്ക് ബയ്യത്ത് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം അവിടെ വെച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ മാത്രം ചൊല്ലിയാൽ പോരാ, പിന്നെയോ നിങ്ങളുടെ ഖൗമും ചെല്ലണം. അതിനർത്ഥം എന്താ? നിങ്ങൾ അവിടെ പോയിട്ട് ദഅവത്ത് നടത്തിയിട്ട് ആളുകളെ ഈ കാര്യം പഠിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം പറയണു, വാലാ ഖൗമി, ഞാൻ ഇസ്ലാം സ്വീകരിക്കാമെന്ന വിഷയത്തിലും ബയ്യത്ത് ചെയ്യുന്നു, എൻ്റെ ജനതയും ഇസ്ലാം സ്വീകരിക്കുമെന്ന വിഷയത്തിൽ ഞാൻ ബയ്യത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് അവിടെ വെച്ചിട്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം പോവുകയാണ്. പിന്നെ വളരെ പിൽക്കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനത അസ്ദ് ഗോത്രം ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നെ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ഒരു സരിയത്ത്, ഒരു സൈന്യം ഇവരുടെ നാട്ടിൽ പോയിരുന്നു. അങ്ങനെ ആ നാട്ടിൽ നിന്ന് വല്ലതും കിട്ടിയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ച ആ ശരീഅത്തിൻ്റെ ക്യാപ്റ്റൻ അവരോട് ചോദിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു മിത്ഹറത്താണ് ഇവിടുന്ന് കിട്ടിയതെന്ന് പറയുന്നത്. ആരുടെ? ദിമാമുൽ അസ്ദിയുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മിത്ഹറ കിട്ടിയെന്ന് പറയുന്നത്. മിത്ഹറ എന്ന് പറഞ്ഞാൽ എന്താ? ശുദ്ധി വരുത്താനുള്ള പാത്രം. അപ്പോൾ ആ ക്യാപ്റ്റൻ ഈ സൈന്യത്തോട് പറയുന്നുണ്ട്, റുദ്ദൂഹ വ ഇന്നഹ ഖൗമു ദിമാദ്, അത് വേഗം തിരിച്ചു കൊടുത്തളി. കാരണം ആ പാത്രം ആരുടേതെന്നറിയോ? ദിമാദിൻ്റെ ജനതയുടെ പാത്രമാണ്, ദിമാദിൻ്റെ ആളുകളുടെ പാത്രമാണ്. ഒന്നും തൊടണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അത് തിരിച്ചു കൊടുത്തിട്ട് ആ സൈന്യം പിങ്ങുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദിമാമുൽ അസ്ദി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം
മക്കയിൽ അന്ന് വന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവിടെ പ്രചരിപ്പിച്ചിരുന്നത് ഇന്ന മുഹമ്മദൻ മജ്നൂൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭ്രാന്തൻ എന്ന്. നഊദു ബില്ലാഹ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മജ്നൂൻ എന്ന് പറയപ്പെട്ടപ്പോൾ, അതേപോലെ മുദമ്മം എന്ന് പറയപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെയൊക്കെ ക്ഷമയിൽ എതിരേറ്റു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്ന ചരിത്രം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും പ്രശസ്തനായ പ്രവാചകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുനബിയുടെ പേരുയർത്തി വറഫഅനാ ലക ദിക്റക്, പേരും പെരുമയും പ്രശസ്തിയും മികച്ച ഉയർന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആദർശത്തിൽ ക്ഷമിച്ചതിനാൽ, സഹിച്ചതിനാൽ ഉള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലഖദ് കുസിബത് റുസുലും മിൻ ഖബ്ലിക് ഫസബറു അലാ മാ കുസിബു വഊദു ഹത്താ അതാഹും നസ്റുന. വലഖദ് കുസിബത് റുസുലും മിൻ ഖബ്ലിക്, പ്രവാചകരെ നിങ്ങൾക്ക് മുമ്പും റസൂലുമാർ കളവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫസബറു, ആ റസൂലുമാരെല്ലാവരും ക്ഷമിച്ചു. അലാ മാ കുസിബു വഊദു, തങ്ങൾ കളവാക്കപ്പെട്ട വിഷയത്തിലും പീഡിപ്പിക്കപ്പെട്ട വിഷയത്തിലും ക്ഷമ കൊണ്ട് കളവാക്കപ്പെട്ടതിനെ അവർ പ്രതികരിച്ചു, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ക്ഷമ കൊണ്ട് പ്രതികരിച്ചു. ഹത്താ അതാഹും നസ്റുന, അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൽ നിന്നുള്ള വിജയം അവരെ തേടിയെത്തി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലാ മുബദ്ദില ലി കലിമാത്തില്ല, അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾക്ക് യാതൊരു മാറ്റമല്ല. ശത്രുവിൻ്റെ പീഡനങ്ങൾ വരും, ഉപദ്രവങ്ങൾ വരും, പക്ഷെ ക്ഷമ കൊണ്ട് പ്രതികരിക്കണം. അപ്പം അള്ളാഹുവിൻ്റെ സഹായം വരും. ഇതാണ് അള്ളാഹിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിലും പ്രതിലോമ പ്രവർത്തനങ്ങൾ പ്രബോധകർക്ക് നേരെ വന്നാൽ, പ്രവാചകന്മാർക്ക് അത് വന്നപ്പോൾ ക്ഷമ കൊണ്ട് അവർ അതിനെ പ്രതികരിച്ചതുപോലെ പ്രതികരിച്ചാൽ ഹത്താ അതാഹും നസ്റുന, അള്ളാഹിൻ്റെ വിജയം, സഹായം അത് വരും എന്നുള്ളത് കട്ടായാണ്. കാരണം എന്താ? വലാ മുബദ്ദില ലി കലിമാത്തിൽ, അള്ളാഹിൻ്റെ കലിമാത്തുകൾക്ക് യാതൊരു മാറ്റമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വലഖദ് ജാഅക മിൻ നബഇൽ മുർസലീൻ, മുർസലീങ്ങളുടെ വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ച മാർഗ്ഗേണ ക്ഷമിച്ച് സഹിഷ്ണുത അവലംബിച്ചാണ് ഈ ദുനിയാവിൽ തൻ്റെ ജീവിതം തുടർത്തിയിട്ടുള്ളത്. അത് പ്രബോധകന്മാർ വായിക്കേണ്ട, പഠിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു പ്രത്യേക യുഗത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്ന് പറഞ്ഞില്ലേ നമ്മൾ, നന്മ തിന്മയായി, തിന്മ നന്മയായി, നന്മയുടെ വാക്താക്കൾ തിന്മയുടെ വാക്താക്കളായി, തിന്മയുടെ വാക്താക്കൾ നന്മയുടെ വാക്താക്കളായി തലകീഴ്മേൽ വായിക്കപ്പെടുന്നൊരു ദുരവസ്ഥയാണുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ സജീവമായിട്ടുള്ള ചർച്ച എന്താ? മാറ് തുറക്കുന്നു, ബാറും തുറക്കുന്നു എന്നാണ് അല്ലേ? ഒരാൾ ഒരു ചെറിയ കവിത എഴുതി, ചെറിയ കവിത. എന്നിട്ട് അയാൾ അതിൻ്റെ അടിയിൽ ഇത് ഞാനല്ലേ എഴുതിയത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്ത് വായിക്കുമ്പോൾ ഇനി അയാൾ എഴുതിയത് ഇത് ഞാനല്ലേ എഴുതിയത് എന്ന് പറഞ്ഞിട്ടാണ് വായിക്കുക. എന്താ അയാൾ എഴുതിയത്? മാറു മറക്കാൻ അന്നൊരു സമരം, മാറു തുറക്കാൻ ഇന്നൊരു സമരം. പണ്ട് മാറു മറക്കാൻ സമരം ഉണ്ടായിരുന്നു, കാരണം അന്ന് മാറു മറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ചില ഗതകാലങ്ങളെ മാന്തിയാൽ, മുണ്ടിട്ട് മൂടിയാൽ നാണം മാറാത്ത രീതിയിലുള്ള ചരിത്രങ്ങളുണ്ടാവും. അതിൽ മാറു മറക്കാൻ പാടില്ലാത്തവർ, മാറ് വളരാൻ പാടില്ലാത്തവർ,
നാടുവാഴി നിശ്ചയിച്ച അളവിനേക്കാൾ മാറ് വളർന്നാൽ മുലക്കരം നൽകേണ്ടി വന്നിരുന്ന കാലം. മുലക്കരം അല്ലെങ്കിൽ കരം കൊടുക്കാനില്ല എങ്കിൽ അത് അധികം വളർന്നത് മുറിച്ച് കളയുന്ന ഒരു ഗതകാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വേള കവി ഉദ്ദേശിക്കുന്നതായിരിക്കും മാറ് മറക്കാൻ അന്നൊരു സമരം, മാറ് തുറക്കാൻ ഇന്നൊരു സമരം, ബാറും തുറന്ന് മാറും തുറന്ന് മാറുന്ന കേരളം പേറുന്നതെന്ത്. കവിതയുടെ അവസാന വരി പറയാം. മാനമില്ലെന്ന് നാണമില്ലെന്ന്, മാനമില്ലിന്ന് നാണമില്ലെന്ന്, മാറുന്ന കേരളം നാറുന്ന നിത്യം. അതൊരു കവിയുടെ വേദനയുടെ വരികളാണ്. നാണമല്ല മാനമല്ല, ഈ രീതിയിൽ മാറുന്ന കേരളം നിത്യേന നാറുന്നു എന്നുള്ളതാണ്. അതൊരു നാടിനോടുള്ള കൂറുകൂടിയാണ്. ഒരു നാടിൻ്റെ വളർച്ചയിൽ, ആത്മീയമായ വളർച്ചയിൽ മനസ്സ് വെച്ചുള്ള വരികളാണ്. നന്മ കൽപ്പിക്കുന്നതിനെ തിന്മയായി വായിക്കുകയും നന്മ കൽപ്പിക്കുന്നവരുടെ വായ മൂടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ, അതിനുള്ള ഗോഷ്ഠികൾ, ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്താ പ്രബോധകന്മാർക്ക് മുമ്പിൽ ഇതൊക്കെ കൂച്ചുവിലങ്ങുകളായിട്ടുണ്ട് എങ്കിൽ, നന്മ പറയുന്നവർ മൗനികളായാൽ, തിന്മ പറയുന്നവർ സജീവമായിട്ടുണ്ട് എങ്കിൽ നാട് മുങ്ങും, കപ്പൽ മുങ്ങും. വിശ്വാസികൾക്ക് വേണ്ടത് എന്താണ്? വിശ്വാസികൾക്ക് വേണ്ടത് ക്ഷമയാണ്. സഹിഷ്ണുത അവലംബിച്ച് പ്രതിലോമ പ്രവർത്തനങ്ങളെ തുല്യ നാണയത്തിൽ തിരിച്ചടിക്കാതെ ക്ഷമയിൽ, സഹിഷ്ണുതയിൽ, പരീക്ഷണങ്ങൾ മൂക്കുമ്പോഴും അതിൽ പ്രതീക്ഷ വായിച്ച് നന്മ പറഞ്ഞ് മുന്നേറുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ നമ്മൾ ഏതാനും ചരിത്രങ്ങൾ കേട്ട്, ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്കിഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരുസവിധത്തിലേക്ക് ഓടി വരുന്ന ഒരു രംഗമുണ്ട്. സഹിഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കരഞ്ഞുകൊണ്ടാണ് ഫാത്തിമ ഓടി വരുന്നത്. ഫാത്തിമ കുട്ടിയാണ്. ഓടി വരാൻ കാരണം എന്താ? ഹിജ്റിൽ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഉഖബത്ത് ബിൻ അബി മുഅയ്ത്തും കൂട്ടരും തീരുമാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ റിപ്പോർട്ടിൽ, ഹദീസിൻ്റെ റിപ്പോർട്ടിൽ കാണാം, ഇന്നൽ മലഅ മിൻ ഖുറൈശ് ഇജ്തമഉ ഫിൽ ഹിജ്ർ. ഖുറൈശികളിൽ നേതാക്കന്മാർ അവർ ഹിജ്റിൽ ഒരുമിച്ച് കൂടി. ഫതആഖദു ബില്ലാത്തി വൽ ഉസ്സ വമനാത الثالثة الأخرى വനായിലത വഇസാഫ്. ലാത്ത, ഉസ്സ, മനാത്ത, നായില, ഇസാഫ്, 5 ഖുറൈശികളുടെ വിഗ്രഹങ്ങൾ. അവരുടെ പേരിൽ ഇവരെന്ത് ചെയ്തു? ഒരു ഉടമ്പടി ഉണ്ടാക്കി, കരാറുണ്ടാക്കി. മനസ്സിലല്ലേ? ലാത്ത മാത്രമല്ല, പിന്നെ ഉസ്സയുണ്ട്, മനാത്തിയുണ്ട്, പിന്നെ നായില, ഇസാഫ്, 5 വിഗ്രഹങ്ങൾ. ഇതിൻ്റെ പേരിൽ, ഇവരുടെ പേരിൽ ഒരു ഉടമ്പടി. എന്താ ഉടമ്പടി? ലൗ ഖദ് റഅയ്നാ മുഹമ്മദൻ ലഖുംനാ ഇലൈഹി ഖിയാമ റജുലിൻ വാഹിദ് ഫലം നുഫാരിഖുഹു ഹത്താ നഖ്തുലഹു. മുഹമ്മദിനെ കണ്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ഒരുമിച്ച് കൂടാ, ഐക്യകണ്ഠേന, എന്നിട്ട് മുഹമ്മദിനെ വധിക്കുക. കൊല്ലപ്പെടുന്നത് വരെ
മുഹമ്മദിനെ പിടിവിടുന്ന പ്രശ്നമല്ല. അതാണ് അവർ മീറ്റിംഗ് കൂടി തീരുമാനിച്ചത്. എവിടെ കൂടിയത്? ഹിജറിൽ. എങ്ങനെയാണ്? ലാത്തയെ പിടിച്ച്, ഉസ്സയെ പിടിച്ച്, മനാത്തയെ പിടിച്ച്, ഇസാഫ്, നായില, ഈ 5 അവരുടെ ആരാധന വിഗ്രഹങ്ങളെ പിടിച്ചിട്ടാണ് അവർ മീറ്റിംഗ് കൂടിയത്. അപ്പോൾ കടുത്ത തീരുമാനമാണ്. എന്നിട്ടോ ഖുറൈശികളുടെ മല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പ്രമാണിമാരും പ്രമുഖന്മാരാണ്, എല്ലാവരും ഉണ്ട്. മുഹമ്മദിനെ പിടിച്ചിട്ട് പിന്നെ വിടണീൻ്റെ മുമ്പ് ആ പണി തീർന്നിരിക്കണം എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ഇതാണ് ഫാത്തിമ കേൾക്കുന്നത്. അത് കേട്ടാണ് ഫാത്തിമ വരുന്നത്. കരഞ്ഞിട്ട് വന്നിട്ട് പറയാണ്, ഹൗലാഇൽ മലഉ മിൻ ഖുറൈശ് ഖദ് തആഖദു അലൈക ലൗ ഖദ് റഅൗക ലഖദ് ഖാമു ഇലൈക ഫഖതലൂക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, വാപ്പാനോട് പറയാണ്, ഖുറൈശികൾ ഇതാ കരാറെടുത്തിരിക്കുന്നു, നിങ്ങളെ കണ്ടാൽ ഒന്നടങ്കം എല്ലാവരും കൂടിയിട്ട് വധിക്കാമെന്ന്. മനസ്സിലായി? ഇതാണ് ഫാത്തിമ എന്ന് പറയുന്നത്. എത്ര വേദന ഉണ്ടാവും. ഇത് അവർ എടുത്ത തീരുമാനം. അത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മകൾ ഫാത്തിമയോട് പറയാണ് കുറച്ച് വെള്ളം എടുക്കാൻ. വെള്ളം എടുത്തു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വെള്ളം കൊണ്ട് ഒളു ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ കടിച്ചെന്ന്, അവരിയ്ക്കുന്നിടത്തേക്ക് അടിച്ചെന്ന്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ്, എനിക്ക് തോന്നുന്നത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബൂ സഈദ് അൽ ഖുദ്രിയാന്ന് തോന്നുന്നു. ഏതായാലും റാവി പറയാണ്, ഒളു ചെയ്ത് റസൂലുള്ള പള്ളിയിലേക്കാണ് ചെന്നപ്പോൾ അവരുടെയൊക്കെ കണ്ണുകൾ താണു. റസൂലുള്ളാഹിനെ തുറിച്ചു നോക്കാൻ വരെ അവരുടെ കണ്ണുയർന്നില്ല. തലകൾ നമ്രമായി, തലയും താണു. ആരും അനങ്ങിയില്ല. ഹിജറിൽ എല്ലാവരും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കണ്ടു, പോന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു സിഗ്നൽ കൊടുത്തു. അതെന്താ സിഗ്നൽ? ദബഹാണ് എന്നുള്ളതാണ് സിഗ്നൽ. മനസ്സിലല്ലേ? അന്ന് ഉഖ്ബത്ത് ബിൻ അബി മുആയ്തിന്റെ നേതൃത്വത്തിൽ ആ ഹിജറിൽ കൂടിയവരെല്ലാവരും ബദറിൽ പണി തീർന്നു എന്നുള്ളത് ചരിത്രം. പിന്നീട് ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത ആ സിഗ്നൽ പ്രകാരം അവരുടെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉഖ്ബത്ത് ബിൻ അബി മുആയ്ത് അവിടെ തീർന്നിരുന്നില്ല. ബദറിൽ ബന്ദിയായി പിടിക്കപ്പെട്ടു. മദീനയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഉഖ്ബത്ത് ബിൻ അബി മുആയ്തിനെ കൊല്ലുന്നത്. ഈ ഉഖ്ബത്ത് ബിൻ അബി മുആയ്താണ് റസൂലുള്ളാഹിന്റെ മേലിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് സുജൂദിൽ പ്രയാസം ഉണ്ടാക്കിയത്. വലിയ ദുഷ്ടനായിരുന്നു ഉഖ്ബ ഇബ്ൻ അബി മുആയ്ത് എന്ന് പറയുന്ന ദുഷ്ടൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ അത് മനസ്സിലാക്കാനുള്ള ചില ഉദാഹരണം നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഹിജർ എന്ന്, അൽ ഹിജർ, അതിവിടെ അനുബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഉഖ്ബത്ത് ബിൻ അബി മുആയ്തും കൂട്ടരും ഹിജറിൽ വെച്ച് തീരുമാനിച്ചു മുഹമ്മദിനെ എല്ലാവരും കൂടിയിട്ട് ഒന്നിച്ച് കൊല്ലപ്പെടുത്താൻ എന്നാണ്. എന്താ ഈ ഹിജർ? ഹിജർ എന്ന് പറഞ്ഞാൽ കഅബയുടെ ഒരു ഭാഗമാണ്. അതിന് ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നത് തെറ്റായ പേരാണ്. അങ്ങനെ പേര് ചരിത്രത്തിൽ ചിലയിടത്ത് ഇടം കണ്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ഈ പേര് അതിനില്ല. ഹിജർ എന്ന് പറഞ്ഞാൽ മറ എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല ഹിജ്റൻ മഹ്ജൂറ, 2 സമുദ്രങ്ങൾ, ഒന്ന് സ്വച്ഛമായ വെള്ളം, മറ്റൊന്ന് ഉപ്പ് രസമുള്ള വെള്ളം. അള്ളാഹു ഈ 2 സമുദ്രങ്ങൾക്കുമിടയിൽ മറ തീർത്തു എന്ന് പറഞ്ഞില്ലേ? ഹിജർ എന്നാ പറഞ്ഞത്. ഹിജർ കഅബത്തിന്റെ ഒരു ഭാഗത്തിന് ഹിജർ എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ റസൂൽ ഒരിക്കൽ കൈ പിടിച്ചിട്ട് കഅബത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആയിഷ ഉമ്മക്ക് കഅബത്തിൽ കയറി നിസ്കരിക്കണം എന്ന ആഗ്രഹം. അപ്പോൾ റസൂൽ പറയാണ് ഹിജറിൽ നിസ്കരിച്ചോ? ഹിജർ കഅബത്തിൽ പെട്ടതാണ് എന്ന് റസൂൽ പറയാണ്. എന്തുകൊണ്ട് അവിടെ ഹിജർ? ഇപ്പം ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് കഅബ പണിതു.
കഅബ പുതുക്കി പണിതു. കഅബ പുതുക്കി പണിയുമ്പോൾ അവർക്ക് അതിനുപയോഗിക്കുന്ന അവരുടെ ചെലവുണ്ടല്ലോ, അത് ശുദ്ധമായ സ്വത്തായിരിക്കണം എന്നത് അവരുടെ കണിശതയായിരുന്നു. കഅബത്തോട് അവർക്ക് നല്ല ആദരവായിരുന്നു. അതുകൊണ്ട് തന്നെ കഅബത്തിൻ്റെ ഓരോ ഭാഗം, ഓരോ വിഭാഗം ഖുറൈശി ഗോത്രങ്ങൾക്ക് വീതിച്ചു. ബനു മഖ്സൂമിന്, ബനു ഹാഷിമിന്, അതേപോലെ തന്നെ ബനു ജമഹിന്, ബനു സഹമിന്, ബനു അദിയിന്, ഇങ്ങനെ ഓരോ വിഭാഗവും ഓരോ ഭാഗം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എല്ലാവരും എന്തായിരിക്കണം? ഹലാലായ സ്വത്തുകൊണ്ടായിരിക്കണം. കഅബ നഫഖത്ത് നല്ലതായിരിക്കണം എന്നുള്ളത് അവരുടെ ഒരു കാർക്കശ്യമായിരുന്നു. അങ്ങനെ കഅബ നിർമ്മിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അസ്ഥിവാരത്തിലാണ് കഅബ ഉണ്ടായിരുന്നത്. ആ അസ്ഥിവാര പ്രകാരം ഇന്ന് നമ്മൾ കാണുന്ന ആ ഹിജർ ഉണ്ടല്ലോ, വളച്ച കെട്ടിയ ഭാഗം, നമ്മൾ കാണുന്നത് ചതുരത്തിൽ എടുപ്പാണ്. പിന്നെ ഒരു ഭാഗം എന്താണ്? ഇങ്ങനെ വളച്ച് കെട്ടിയതാണ്. അതാണ് ഹിജർ. ഇവർ കഅബ നിർമ്മിച്ചപ്പോൾ ഇന്ന് കാണുന്ന ആ ചതുരത്തിലുള്ള രീതി ഉണ്ടല്ലോ, അതിന് അവരടുത്ത് നഫഖത്തുണ്ടായി, ചെലവുണ്ടായി, കാശുണ്ടായി. മറ്റേ ഭാഗം റുക്കുനുൽ ഇറാഖിയുടെയും റുക്കുനുൽ ഷാമിയുടെയും കഅബത്തിൻ്റെ 2 മൂലകൾ, വടക്കേ മൂല 2 അവിടെ എത്തിയപ്പോൾ അവരടുത്ത് നഫഖത്ത് തീർന്നുപോയി, പൈസ തീർന്നുപോയി. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞ് നമുക്ക് അവിടെ ഇങ്ങനെ മറച്ച് കെട്ടാം. എന്തിന്? അത് കഅബത്തിൽ പെട്ടതാണ്, പക്ഷെ അത് കെട്ടാനുള്ള വകുപ്പില്ല. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്ത് മറച്ച്, കഅബത്തിൽ പെട്ടതാണ് എന്നുള്ളത് അറിയിക്കാൻ അവിടെ മറച്ച് കെട്ടി. അതാണ് ഹിജർ. അങ്ങനെയാണ് ആ പേര് വന്നത്. അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതിന്ന് അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. ഹിജർ എന്നാണ് അതിന് പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട നാവുകൊണ്ട് അൽ ഹിജർ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ഹിജറിൽ ഇന്നത് സംഭവിച്ചു, ഹിജറിൽ ഇന്നത് സംഭവിച്ചു, ആയിഷ ഹിജറിൽ കയറി നിസ്കരിച്ചോ, ഹിജർ കഅബത്തിൽ പെട്ടതാണ്, ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ടില്ല. ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്നവർ അവിടെ ഒരു പേരിന് കമ്മി ഉണ്ടായിട്ടൊരു പേര് പറയണമല്ല. പിന്നെയോ അവർ പറയണത് എന്താ? അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറുണ്ട് എന്നാണ്, അതുകൊണ്ടാണ് ആ പേര് എന്നാണ്. അത് വേറെ തെറ്റാണ്. കഅബത്തിനുള്ളിൽ ഒരാളുടെയും ഖബറുണ്ട് എന്നുള്ളതിന് ബലപ്പെട്ട ഒരു പ്രൂഫുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഓരോ നബിമാരുടെയും ഖബർ ഇന്നേടത്താണ് എന്നുള്ളത് തൊട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറിനെ കുറിച്ച് പറഞ്ഞു, അത് കുസൈബുൽ അഹ്മറിലാണ്. പിന്നെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ നമുക്കറിയാം, അത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയിലാണ് ഒരുക്കപ്പെട്ടത്. മറ്റു നബിമാരുടെ ഖബറുകൾ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറാകട്ടെ, അതാണല്ലോ അബുൽ ബഷർ. പിന്നെ അബുൽ അംബിയ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറാകട്ടെ, ഒരാളുടെയും ഖബറിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഇന്നേടത്താണ് എന്നുള്ളത് പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് ഇസ്മായിലിനെ കുറിച്ചും ഇസ്ഹാഖിനെ കുറിച്ചും ഒരു നബിമാരെ കുറിച്ചും പറഞ്ഞു തന്നിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്ര വിഷയം ഉള്ളതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഖബറിടം കുസൈബുൽ അഹ്മർ എന്നിടത്താണ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാക്കി ഒരാളുടെ എത്ര പ്രവാചകന്മാരുണ്ട്, എത്ര നബിമാരുണ്ട്? 1,24,000 നബിമാരുണ്ട്. 1,24,000 നബിമാർ, ജമ്മുൻ ഗഫീർ, വലിയൊരു സംഖ്യ എണ്ണം. അതിലാരുടെയും ഖബർ നമ്മൾ ഇന്നോടത്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടേതും ഇന്നടത്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഹാജർ അലൈഹിസ്സലാം അവരുടേതും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ കഅബത്തിനുള്ളിലാണ് ഹാജർ എന്നിവരുടെ ഖബർ. ഇസ്മായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഖബർ ഹിജറിലാണ് എന്ന് തിട്ടം പറയണമെങ്കിൽ അതിന് ബലപ്പെട്ട പ്രൂഫ് വേണ്ടേ? അതില്ല. എന്ന് മാത്രമല്ല, ദീനി അദബുകളും അറിവുകളും നമ്മളെ പഠിപ്പിക്കുന്നത് ഖബർ ഒരിക്കലും കഅബത്തിനുള്ളിലാകാൻ പാടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഖബറും പുറത്ത് നിസ്കരിക്കാൻ പാടില്ല, ഖബറും പുറത്ത് നിൽക്കാൻ പാടില്ല, ഖബറും പുറത്ത് ഇരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തീക്കനലിന്മേ ഇരുന്നിട്ട് ആ തീക്കനൽ നമ്മുടെ വസ്ത്രത്തെ കത്തിച്ച് അതുകൊണ്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറി തൊലി കത്തലാണ് ഒരു ഖബറിൻ്റെ പുറത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലതെന്ന്, കരണീയമായതെന്ന്. അത് സാധാരണ ആളുകളുടെ വിഷയത്തിൽ ഖബറിന്മേ അവരുടെ ഖബർ വരെ ചവിട്ടാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല.
ഖബറിനപ്പുറത്ത് നിസ്കരിക്കാനും പാടില്ല. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ ഹിജറിലാണ് എന്ന് പറഞ്ഞാൽ ഹിജറിന് എത്ര വലിപ്പം? ഹിജറിൻ്റെ വലിപ്പം എത്ര? എല്ലാ സമയത്തും മുസ്ലിമീങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കണം. ഹിജറിൽ കയറി നിന്ന് പ്രാർത്ഥിക്കണം, ഹിജറിൽ കയറി ഇരിക്കണം. ആ ഹിജർ എന്ന് പറയുന്ന നിർണിത സ്ഥലം, ചെറിയ സ്ഥലമല്ലേ, അതിനുള്ളിലാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബർ എന്നുള്ളത് തിട്ടം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതിനാൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിൽ കയറി നിസ്കരിച്ചു. മക്കം ഫതഹിൽ തിരുനബിയുടെ കൂടെ ബിലാൽ എന്നവരുണ്ടായി, ഉസാമ ഉണ്ടായി, സെയ്ദ് റളിയല്ലാഹു അൻഹു ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബത്തിനുള്ളിൽ കയറി നിസ്കരിച്ചില്ലേ? കഅബ മക്ബറയാണ് എന്ന് ചിലർ പറയുന്നു, കഅബ മക്ബറയാണ് എന്ന് പറയുന്നു, അങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഹാജർ എന്നവരുടെയും ഇസ്മായിൽ എന്നവരുടെയും അലൈഹിം അസ്സലാം ഖബറുള്ളതാണ് കഅബ, അതുകൊണ്ട് കഅബ മക്ബറയാണ്. അങ്ങനെയാണ് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അത് എത്രമേൽ ഒരു റോങ് ആയ ഒരു മെസ്സേജാണ്. മാത്രമല്ല അതിന് പ്രൂഫ് വേണ്ടേ, ബലപ്പെട്ട തെളിവ് വേണ്ടേ. ഒരാൾ ചെരുപ്പിട്ട് ഖബർസ്ഥാനിൽ കൂടി നടക്കുകയാണ്, മുസ്ലിമീങ്ങളുടെ ഖബറുള്ള അടുത്ത് കൂടി ഒരാൾ ചെരുപ്പിട്ട് നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാണ് ചെരുപ്പ് ഊരിയിടാൻ. അതെന്തിനാ? ആ ഖബറിടങ്ങൾ, അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ ആദരണീയരാണ് എന്ന നിലക്ക്. ഒരാൾ ഖബർ പുറത്ത് ചവിട്ടാത്ത രീതിയിൽ ചെരുപ്പിട്ട് മക്ബറയിൽ പോയിട്ടുണ്ടെങ്കിൽ ഹറാം എന്നുള്ള അർത്ഥത്തിലല്ലേ പറയുന്നത്. പക്ഷെ എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമേൽ ആദരണീയമായി കണ്ടു. ഇതൊരു പ്രവാചകൻ്റെ ഖബറിടാണ് എന്ന് തിട്ടം പറയാണ് ഹിജറിൽ. അതൊരു ചെറിയ സ്ഥലവുമാണ്, അവിടെ സദാ ആളുകൾ കയറി നിൽക്കുക, സദാ ആളുകൾ ഇരിക്കുക, സദാ നിസ്കരിക്കുക. ആ ഖബറിൻ്റെ പുറത്ത് അങ്ങനെ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അപ്പം എങ്ങനെയാണ് അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറുണ്ട് എന്ന് പറയാം? ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഹിജറിനെ കുറിച്ചാണ്. അത് നമ്മുടെ സംഭവത്തിൽ വന്നപ്പോൾ ഒരു അനുബന്ധമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് സബൂർ എന്ന ഒരു വിശേഷണമുണ്ട്. സബൂർ എന്ന അള്ളാഹ്ക്ക് പേരുണ്ടോ? ഇമാം ഖത്താബിയെ പോലുള്ള, ഇബ്നു മന്ദയെ പോലുള്ള, ബൈഹഖിയെ പോലുള്ള, ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള, ഷിർമാസിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അള്ളാഹ്ക്ക് അസ്സബൂർ എന്നൊരു പേരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ പേരുണ്ട് എന്നായാലും ഇല്ല എന്നായാലും അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വിശേഷണമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ക്ഷമിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ സഹിക്കും. എന്താ? അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയാം, അള്ളാഹുവിൽ പങ്കു ചേർക്കുക. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക്, അത് പറയുന്നവർക്ക് അന്നം നൽകുന്നു, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ അഹദുൻ അസ്ബറു അലാ അദൻ യസ്മഉഹു മിനല്ലാഹ് ഇന്നഹും യജഅലൂന ലഹു വലദ വയജഅലൂന ലഹു നിദ്ദ വഹുവ മഅ ദാലിക യർസുഖുഹും വയുആഫീഹിം വയുഅതീഹിം. അല്ലാഹുവിനോളം ഉപദ്രവങ്ങൾ, വിനകൾ കേൾക്കുമ്പോൾ ക്ഷമിക്കുന്ന ആരുമില്ല. ആളുകൾ പറയുന്നു അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന്, ആളുകൾ പറയുന്നു അള്ളാഹ്ക്ക് തുല്യമായി സമന്മാരുണ്ട് എന്ന്. ഇതോടൊപ്പം അള്ളാഹു അവർക്ക് അന്നം നൽകുന്നു, അവർക്ക് ആഫിയത്ത് നൽകുന്നു, അവർക്ക് ഔദാര്യങ്ങൾ നൽകുന്നു. അപ്പോൾ അള്ളാഹ് എത്രമേൽ സബറുള്ള അള്ളാഹുവാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ സബൂർ എന്ന നാമത്തിൻ്റെ അർത്ഥവും തേട്ടവും. അള്ളാഹു സുബ്ഹാനഹു വ തആല വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിദുൽമിഹിം മാ തറക അലൈഹ മിൻ ദാബ്ബ. അള്ളാഹു ആളുകളുടെ അന്യായം, അക്രമം, അതിനനുസരിച്ച് ആളുകളെ ശിക്ഷ കൊണ്ട് പിടികൂടിയിരുന്നുവെങ്കിൽ ഒരു ജീവി പോലും ഭൂമിക്കുപരിയിൽ ശേഷിക്കുമായിരുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾ തനിക്ക് കുഫർ, ഷിർക്ക് പോലുള്ളതായ പാപങ്ങൾ, തെറ്റുകൾ ചെയ്ത് സമർപ്പിക്കുമ്പോൾ അള്ളാഹു അവർക്ക് അന്നം നൽകി, ഔദാര്യം നൽകി. അള്ളാഹു ഏറെ ക്ഷമാലുവാണ്. അതാണ് സബൂർ എന്നുള്ള പേരിൻ്റെ അർത്ഥം, തേട്ടം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമവും അതുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങളും നമ്മളുടെ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ വിശദീകരിക്കാം. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ തൗഫീഖ് നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ.
അള്ളാഹു അവൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട നല്ലൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തുണയേകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. ഹിസാബില്ലാതെ അദാബില്ലാതെ സ്വർഗത്തിലേക്ക് കുതിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആഫിയത്തും ഷിഫയും അവരിൽ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.